പത്തനംതിട്ട ലാഹയിൽ പശുവിനെ അജ്ഞാത ജീവി പിടിച്ച സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. ക്യാമറയല്ല, കടുവയെ പിടിക്കാനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അതേസമയം കടുവയാണോ പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാതെ കൂട് സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ശിവകുമാരൻ ചെയ്യുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, എന്താണ് നാട്ടുകാർ ഇങ്ങനെ ഈ ക്യാമറ സ്ഥാപിക്കേണ്ട എന്ന് പറഞ്ഞ് രംഗത്തെത്താൻ കാരണം? ഒപ്പം ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നത്? പ്രചനത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഒരു അജ്ഞാത വന്യജീവി പശുവിനെ ആക്രമിക്കുന്നു. അതിനുശേഷം നാട്ടുകാർ വിവരമറിയിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നു, പരിശോധിക്കുന്നു. ഒരു ചാക്ക് കൊണ്ട് ഈ പശുവിന്റെ ജഡം മൂടിയിട്ട ശേഷം അവിടെ നിന്ന് പോകുന്നു. നാളെ രാവിലെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്നു. അതിനുശേഷം പുലർച്ചയോടുകൂടി ഈ പശുവിന്റെ ജഡം ആ പ്രദേശത്ത് കാണുന്നില്ല. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ വന്യജീവി അത് കൊണ്ടുപോയിട്ടുണ്ട്. അത് പുലിയോ കടുവയോ ആയിരിക്കാമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നാട്ടുകാർ ആദ്യഘട്ടത്തിൽ പുലി എന്നാണ് പറഞ്ഞത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്, ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഇത് പുലി ആയിരിക്കണമെന്നില്ല, കടുവയായിരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഈ കൂടിന്റെ വലിപ്പമടക്കം കൃത്യമായ രീതിയിൽ സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഇത് ഏത് തരത്തിലുള്ള ജീവിയാണ്, പുലിയാണോ കടുവയാണോ എന്നറിയണം. അതിനനുസരിച്ച് മാത്രമേ കൂട് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. ഓരോ ജീവിക്കും ഓരോ തരം കൂടാണ് സ്ഥാപിക്കേണ്ടതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാദം. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് ഏറ്റവും ഉയർന്ന സംവിധാനമുള്ള കൂട് തന്നെ സ്ഥാപിച്ച് അത് കടുവയാണെങ്കിലും പുലിയാണെങ്കിലും പിടികൂടണമെന്ന നാട്ടുകാരുടെ ആവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ പറയുന്നത് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് വരുന്ന വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് സ്ഥിരമായി ആ മേഖലയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരെയും പഴിക്കുന്നുണ്ട്. ഇങ്ങനെ വളർത്തുമൃഗങ്ങൾ, നായ്ക്കളാണെങ്കിലും അതുപോലെ തന്നെ പശുക്കളാണെങ്കിലും അഴിച്ചുവിടരുത്. വൈകുന്നേരമാവുമ്പോൾ വീട്ടിൽ തൊഴുത്തിൽ കെട്ടണമെന്ന് കർശനമായ നിർദ്ദേശം നൽകാറുണ്ട്. പക്ഷേ അത് ഇതുവരെ നാട്ടുകാർ പാലിക്കുന്നില്ല എന്നൊരു ആക്ഷേപം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും പ്രതിഷേധക്കാർ ഇപ്പോൾ പറയുന്നത് ഈ CCTV സ്ഥാപിച്ച കാര്യത്തിൽ വ്യക്തത വരുത്തണം, അതിനുശേഷം അടിയന്തരമായി കൂട് സ്ഥാപിക്കണമെന്നാണ്. എന്തായാലും നടപടി ഉറപ്പുവരുത്തി വനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. രാവിലെ നമ്മൾ ഈ വാർത്ത കൊടുത്തതിന് ശേഷം വനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ CCTV ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തര നടപടിയായി കൂട് സ്ഥാപിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.